ഹൈദരാബാദിലെ ആശുപത്രിയിലെ രോഗിക്ക് ചൈനയിൽ ഇരുന്നുകൊണ്ട് വിജയകരമായ ശസ്ത്രക്രിയ. ഹൈദരാബാദിലെ ആശുപത്രിയിൽ കഴിയുന്ന രോഗിക്ക് ചൈനയിലെ വുഹാനിൽ നിന്ന് വിജയകരമായി ശസ്ത്രക്രിയ നടത്തി. ഏകദേശം 3000 കിലോമീറ്റർ അകലെയിരുന്നുകൊണ്ട് 5G സാങ്കേതിക വിദ്യയും റോബോട്ടിക് സംവിധാനവും ഉപയോഗിച്ചാണ് ഇന്ത്യൻ യൂറോളജിസ്റ്റ് ഡോ. സച്ചിദ് മുഹമ്മദ് ഗൗൺ ശസ്ത്രക്രിയ നടത്തിയത്. വുഹാനിലെ തോഞ്ചി ആശുപത്രിയിലായിരുന്നു ഈ ചരിത്ര സംഭവം അരങ്ങേറിയത്. ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിയുടെ മൂത്രനാളിയുടെ റീം ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയാണ് 90 മിനിറ്റ് നീണ്ട ദൂരനിയന്ത്രിത റോബോട്ടിക് സംവിധാനത്തിലൂടെ നിർവഹിച്ചത്. ഹൈദരാബാദിൽ രോഗിക്ക് അനസ്തേഷ്യ നൽകിയ ശേഷം റോബോട്ടിക് ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. ഉയർന്ന റെസല്യൂഷനുള്ള 3D ക്യാമറകളിലൂടെ ശസ്ത്രക്രിയയുടെ ദൃശ്യങ്ങളും തത്സമയം ഡോക്ടറിന് ലഭിച്ചു. തോഞ്ചി ആശുപത്രിയിലെ കൺസോൾ ഉപയോഗിച്ച് റോബോട്ടിക് കൈകളെ അദ്ദേഹം നിയന്ത്രിച്ചു. ഹൈദരാബാദിലെ ആശുപത്രിയിൽ കഴിയുന്ന രോഗിക്ക് ചൈനയിലെ വുഹാനിൽ നിന്ന് വിജയകരമായി ശസ്ത്രക്രിയ നടത്തി. ഏകദേശം 3000 കിലോമീറ്റർ അകലെയിരുന്നുകൊണ്ട് 5G സാങ്കേതിക വിദ്യയും റോബോട്ടിക് സംവിധാനവും ഉപയോഗിച്ചാണ് ഇന്ത്യൻ യൂറോളജിസ്റ്റ് ഡോ. സച്ചിദ് മുഹമ്മദ് ഗൗൺ ശസ്ത്രക്രിയ നടത്തിയത്. വുഹാനിലെ തോഞ്ചി ആശുപത്രിയിലായിരുന്നു ഈ ചരിത്ര സംഭവം അരങ്ങേറിയത്. ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിയുടെ മൂത്രനാളിയുടെ റീം ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയാണ് 90 മിനിറ്റ് നീണ്ട ദൂരനിയന്ത്രിത റോബോട്ടിക് സംവിധാനത്തിലൂടെ നിർവഹിച്ചത്. ഹൈദരാബാദിൽ രോഗിക്ക് അനസ്തേഷ്യ നൽകിയ ശേഷം റോബോട്ടിക് ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. ഉയർന്ന റെസല്യൂഷനുള്ള 3D ക്യാമറകളിലൂടെ ശസ്ത്രക്രിയയുടെ ദൃശ്യങ്ങളും തത്സമയം ഡോക്ടറിന് ലഭിച്ചു. തോഞ്ചി ആശുപത്രിയിലെ കൺസോൾ ഉപയോഗിച്ച് റോബോട്ടിക് കൈകളെ അദ്ദേഹം നിയന്ത്രിച്ചു.